ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ വിഷു കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം എന്താ ഞങ്ങൾ ഈ ഒരു കണ്ടീഷനിലായിരുന്നേ. അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, പനിയായത് കാരണമാണ്. അപ്പോൾ അവിടെ നിന്ന് ഇതാ ഞങ്ങൾക്കൊരു ഫ്രണ്ടിനെ കിട്ടി, കണ്ടില്ലേ? ആള് നല്ല പോക്കിരിയാണേ. ഒരു ഹായ് ചോദിച്ചിട്ട് പോലും പറഞ്ഞില്ല. ഒരു ഹായ് പറയൂ, ഒരു ഹായ് പറയൂ, ഹായ് ഹായ് പറയൂ. ഒരു ഹായ് പറയൂ, ഹായ് പറയൂ, കേക്കട്ടെ. ഹായ്. ഇതായിരുന്നു അവൻ്റെ അവസ്ഥ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാൾ തളർന്ന് കിടപ്പാണ്, എണീക്കാൻ വയ്യാതെ. ഞാനിവിടെ ബോറടിച്ചിരുന്നപ്പോൾ ഒരു ബുക്കൊക്കെ ആയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത്. ഞങ്ങൾക്ക് രാത്രിയാണ് റൂം കിട്ടിയത്. അതുവരെ ഞങ്ങൾ വാർഡിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടുകയും ചെയ്തു. ഞങ്ങൾ ഡിസ്ചാർജ് ആയി പോകുന്നതിൻ്റെ തലേ ദിവസമാണ് അവർ ഡിസ്ചാർജ് ആയി പോയത്. അതുവരെ എന്തായാലും ഞങ്ങൾക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരു കൂട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ രാവിലെയും രാത്രിയും ആൻറ്റിബയോട്ടിക് മരുന്ന് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 2 ഡോസ് മരുന്ന് ചെന്നതിന് ശേഷമാണ് ഹിത്ത് ഒന്ന് ഉഷാറായത്. അതുവരെ ഇതാ ആൾ ഈ ഒരു കിടത്തം തന്നെയായിരുന്നു. ഞങ്ങളും ആകെ പേടിച്ചു പോയി. അവന് എണീക്കാൻ വയ്യാതെ ഇങ്ങനെ കിടന്നപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നല്ല വൈറൽ ഫീവറായിരുന്നു. വൈറൽ ഫീവർ കാരണം കൗണ്ടെല്ലാം ഡൗണായി. അങ്ങനെ ഞങ്ങൾ അഡ്മിറ്റായത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇതാ നമ്മുടെ ഹിത്ത് ഉഷാറായി എണീറ്റിരുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഞങ്ങളൊന്ന് ഹാപ്പി ആയത്. ഹലോ ഗൈസ് പറയ്. ഹോസ്പിറ്റലിലാണ് പറയുന്നത്. കൈ കാണിച്ചു കൊടുക്ക്, സൂചി വെച്ച കൈ. ഇങ്ങനെയൊക്കെ ഒന്ന് ആയി കിട്ടാൻ പെട്ട പാടെത്രയെന്ന് നമുക്കല്ലേ അറിയുള്ളൂ. എന്തായാലും കയ്യിൽ ഇഞ്ചക്ഷൻ വെക്കാനൊക്കെ കുറേ കഷ്ടപ്പെട്ടു. ഇതിനകത്ത് എന്താ ഉള്ളത്? ഇതിനകത്ത് എന്താ ഉള്ളത്? ടെഡി ബിയർ ഉണ്ടോ? ആരെ തന്നേത്തോൻ ടെഡി ബിയർ? അങ്ങനെ ടെഡി ബിയറിനൊക്കെ കണ്ടിട്ടാണ് ഇഞ്ചക്ഷൻ വെക്കാൻ സമ്മതിച്ചത് തന്നെ. എന്തായാലും വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾ അതൊക്കെ ചെയ്തു. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുന്ന വരെ ഇതാ ഫുൾ ടൈം ടാബ് തന്നെയായിരുന്നു. വേറെ രക്ഷയില്ലല്ലോ, നമ്മൾ എന്ത് ചെയ്യാനാ ഹോസ്പിറ്റലിൽ. വിഷു കഴിഞ്ഞ ഉടനെ ആയത് കാരണം വീട്ടിൽ കസിൻസിൻ്റെ പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ വലിയൊരു ബഹളത്തിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് മാറിയത്. പിന്നെ അവരെല്ലാവരും ഇതാ ഹോസ്പിറ്റലിൽ ഇതുപോലെ വിസിറ്റ് ചെയ്തു. സെക്കൻഡ് ഡേ നൈറ്റൊക്കെ ആയപ്പോഴേക്കും എന്താ നമ്മുടെ ഹിത്ത് നല്ല ഉഷാറായി വികൃതി തുടങ്ങി കേട്ടോ. ഹലോ പറയ്, പാറു പറയ് ഹലോ. ഹിത്ത് ഡൗൺ ആയപ്പോൾ അവനെ ഹാപ്പിയാക്കാൻ എന്താ എല്ലാവരും ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് സങ്കടമായിരുന്നു അവൻ ഡൗൺ ആയപ്പോൾ. അങ്ങനെ ഹോസ്പിറ്റലിൽ കുറേ നേരത്തെ കളികളൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു പോകാൻ ഇറങ്ങിയപ്പോൾ അവനും പോകണമെന്നായി. പിന്നെ കുറേ പറഞ്ഞ് മനസ്സിലാക്കി നാളെ വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ വീട്ടിലേക്ക് പോയി. ടാറ്റ കൊടുക്ക്. എന്നും ഞങ്ങൾക്ക് വിസിറ്ററായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഞങ്ങളെ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക എല്ലാവരും ഒരുവിധം നല്ലപോലെ ശ്രമിച്ചിട്ടുണ്ട്. ഹിത്തോന് രാവിലെയും രാത്രിയും മാത്രമേ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇടയിൽ പറ്റുന്ന സമയത്തൊക്കെ ഞങ്ങൾ പുറത്ത് നടക്കാനൊക്കെ പോവുമായിരുന്നു. ഈ റൂമിലിങ്ങനെ ഇരുന്ന് അവനും ആകെ ബോറടിച്ചു തുടങ്ങി. ടാബൊന്നും വേണ്ട എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഞങ്ങൾ നടക്കാനിറങ്ങും, അവന് ജ്യൂസ് വാങ്ങാൻ പോവും. അങ്ങനെയൊക്കെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ കറങ്ങി നടന്നു.
പിന്നെ പിന്നെ ഞങ്ങൾ ഈ ഒരു ടൈമിൽ മാത്രമേ അടങ്ങിയിരിക്കാറുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി. എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോയാൽ മതി എന്നുള്ളത് കാരണം അവനും വേഗം മരുന്ന് എടുത്താൽ മതി എന്നുള്ളൊരവസ്ഥയിലായിരുന്നു. പിന്നെ അവന് ഹാപ്പി, അവൻ്റെ കൂടെ അവൻ്റെ ഏട്ടനുള്ളതാണ്. ഏട്ടനെ പോകാൻ സമ്മതിക്കില്ലായിരുന്നു. ഏട്ടൻ പോകണ്ട, ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞ് വാശിയായിരുന്നു. എത്തുവിൻ്റെ കാറ് കാണിച്ചു തരുമോ? ഇതാരെ വാങ്ങി തന്നെ? ആദ്യമൊക്കെ ഇഞ്ചക്ഷൻ പേടിയുള്ള ആള് പിന്നെ പിന്നെ ഇതാ ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് കൊടുക്കാൻ തുടങ്ങി. അവർ എങ്ങനെ ചെയ്താലും പേടിയില്ല, എല്ലാം കണ്ടിരിക്കാൻ തുടങ്ങി. 2 ദിവസത്തെ ബുദ്ധിമുട്ടൊക്കെ പിന്നെ മാറിക്കിട്ടി. എന്തായാലും ഞങ്ങൾക്ക് പോകാനുള്ള ദിവസം അടുത്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. വീണ്ടും പോയി ഇഞ്ചക്ഷൻ എടുത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. കൗണ്ടൊക്കെ കുറച്ചൊന്ന് കൂടുതലായി വന്നു. അത് കാരണം പിന്നെ ഞങ്ങൾ 5-ാമത്തെ ദിവസം ഞങ്ങൾ ഡിസ്ചാർജ് ആയി. അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ഇഞ്ചക്ഷൻ മരുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ രാവിലെ ഇതാണ് അവസ്ഥ. രാവിലെ മരുന്ന് കയറുന്നൊന്നും അവൻ അറിയാറില്ല. എന്തിനാ കറിയണേ? എന്ത് പറഞ്ഞു? ദിസി സിബു എന്ന് പറഞ്ഞതിനാണോ കറിയണത്? പിന്നെ ഇതിന് ദിസി സിബു തന്നെയല്ലേ പറയുക? ഇത് അമ്മേന്റെ പ്ലേ ആണ്. ഹോസ്പിറ്റലിലെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി ഇതാണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു. എല്ലാവർക്കും ഒരുപോലെ കളിച്ചിരിക്കാൻ പറ്റുന്ന ഗെയിംസ് സെലക്ട് ചെയ്ത് ഞങ്ങളത് ഈ ഒരു കളിയായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ ഇട്ടന്നല്ല, അത് ഈ ഒറ്റയ്ക്ക് ഇട്ടല്ലേ. ഇത്തു കാല് ശരിക്കും വെക്കി. ഇന്തതാ അല്ല റെഡാ. ഇന്റെ കളിയാണ് നിങ്ങൾ കോളാക്കിയപ്പോ. ഫോട്ടോ കൂടെ അവിടെ വെക്കണം. ഇത്ത് തോറ്റു, അച്ഛ തോറ്റു, ഇവ തോറ്റു, അമ്മ ജയിച്ചു. ഞാനല്ല ഗ്രീനാണ്. ഇത്തുവാണ് ഗോൾ അടിക്കുന്നത് മൊത്തം. ഇത്തുവാണ് ഗ്രീൻ. ഞാൻ ഗോളിനെയൊക്കെ തടുത്തു. ഏട്ടൻ ഒന്നും ശരിയാവില്ല. ഏട്ടൻ ഞാൻ റെഡ് എടുത്തോളൂ, ഞാൻ യെല്ലോ എടുക്കാം. അതന്നെ കേറിയില്ല. യെല്ലോ 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 ഞാനാ എന്ത് പോണത്? അയ്യോ എങ്ങട്ടാ യെല്ലോ പോണത്? അയ്യോ ബ്ലൂ ബ്ലൂ ബ്ലൂ. ഇത്തു 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 ബ്ലൂ അല്ല ഗ്രീൻ. ഇവിടെ ഗ്രീനിൽ അവിടെ നിൽക്ക്. എവിടല്ലേ? ആ ബോർഡ് മിക്ക് എത്താ വിടും. 7 പോയിന്റ്സ്. ആ വിട് 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 ഇത്ത് വിട് ഇത്ത് വിട്ട്. ഇവാനെ ഏതാ അച്ഛൻ ബുദ്ധിട്ട് കളിക്കുന്നുണ്ട്.
ഞങ്ങൾ ഡിസ്ചാർജ് ആയി കേട്ടോ. കയ്യിലൊക്കെ ഊരിയപ്പോഴൊന്നും അവന് യാതൊരുവിധ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഉഷാറായി വീട്ടിലേക്ക് പോയി. വെക്കേഷൻ വന്നപ്പോ താങ്ക് യു പറയൂ ഇത്തു. ബൈ.